തെന്നിന്ത്യൻ നടി ഗൗതമിയുടെ 25 കോടിയോളം മൂല്യം വരുന്ന സ്വത്ത് തട്ടിയെടുത്തെന്ന പരാതിയിൽ മുഖ്യപ്രതികൾ തൃശൂരിലെ കുന്നംകുളത്ത് പിടിയിലായി. അഴകപ്പൻ, ഭാര്യ നാച്ചൽ, അവരുടെ മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരാണ് പോലീസ് പിടിയിലായത്. കുന്നംകുളം ചൂണ്ടലിലെ വാടക വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇവർ. ചെന്നൈ ക്രൈംബ്രാഞ്ചാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. മദ്രാസ് ഹൈക്കോടതി പ്രതി അഴകപ്പന്റെ മുൻകൂർ ജാമ്യം കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണ് പ്രതികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതെന്നാണ് ലഭ്യമായ വിവരങ്ങൾ. പവർ ഓഫ് അറ്റോർണിയുടെ മറവിൽ അഴകപ്പനും കുടുംബവും സ്വത്ത് തട്ടിയെടുത്തു എന്നായിരുന്നു ഗൗതമി പരാതിയിൽ പറഞ്ഞിരുന്നത്. 25 കോടിയോളം രൂപയുടെ സ്വത്ത് അഴകപ്പൻ സ്വന്തം കുടുംബാംഗങ്ങളുടെ പേരിലേക്ക് മാറ്റിയെന്നും അവർ ആരോപിച്ചിരുന്നു. മകളുടെ പഠനത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി 46 ഏക്കർ ഭൂമി വിൽക്കാൻ ഗൗതമി പദ്ധതിയിട്ടിരുന്നു. ഇത് വിറ്റുതരാമെന്ന വ്യാജേന ബിൽഡറായ അഴകപ്പനും ഭാര്യയും തന്നെ സമീപിച്ച് വസ്തുക്കൾ കൈക്കലാക്കിയെന്നുമാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. വസ്തുവകകൾ വിൽക്കാൻ സഹായിക്കാനെത്തിയ അഴകപ്പനും ഭാര്യയും തങ്ങളെ ചതിച്ചുവെന്നാണ് നടി ആരോപിച്ചത്. 5,96,00,000 രൂപയോളം തന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തുവെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. ചെന്നൈ പോലീസ് കമ്മീഷണർക്കായിരുന്നു ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഗൗതമി പരാതി നൽകിയിരുന്നത്. തുടർന്ന് നവംബർ 11-ന് 6 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. തനിക്കും മകൾക്കുമെതിരെ വധഭീഷണിയുണ്ടെന്നും ഗൗതമി പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വിവരങ്ങൾ പുറത്തറിയിച്ചാൽ തന്റെയും മകളുടെയും ജീവിതം ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ വ്യക്തമാക്കി. സംഭവം മകളുടെ പഠനത്തെ ബാധിക്കുന്നുവെന്നും നടി പരാതിയിൽ ചൂണ്ടിക്കാട്ടി. സംഭവം അന്വേഷിച്ച് സ്വത്തുക്കൾ വീണ്ടെടുത്തു തരണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും പരാതിയിലുണ്ട്. താൻ തന്റെ 17-ാം വയസ്സ് മുതൽ ജോലി ചെയ്യുന്നുണ്ട്. 37 വർഷമായി സിനിമ, ടെലിവിഷൻ, റേഡിയോ, ഡിജിറ്റൽ മാധ്യമങ്ങളിൽ താനുണ്ട്. ഈ പ്രായത്തിൽ സാമ്പത്തികമായി സുരക്ഷിതമായിരിക്കാനും തന്റെ മകളുടെ ഭാവി സുരക്ഷിതമാക്കാനുമായി താൻ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്തു. താനും തന്റെ മകളും സുരക്ഷിതമായി കഴിയുമ്പോഴാണ് അഴകപ്പൻ തന്റെ പണവും സ്വത്തും രേഖകളും ചതിച്ച് കൈവശപ്പെടുത്തിയതെന്നാണ് നടി ഗൗതമി ആരോപിച്ചിരുന്നത്. അതേസമയം അടുത്തിടെയാണ് ഗൗതമി BJPയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത്. 2.5 പതിറ്റാണ്ടോളം നീണ്ട രാഷ്ട്രീയ ബന്ധം താൻ അവസാനിപ്പിക്കുകയാണെന്നാണ് ഗൗതമി വ്യക്തമാക്കിയത്. തന്നെ വഞ്ചിച്ചയാളെ പാർട്ടി നേതാക്കൾ സഹായിക്കുന്നതിനാലാണ് ഈ തീരുമാനമെന്നും നടി പറഞ്ഞിരുന്നു. എന്നാൽ മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേരുന്നതിനെ കുറിച്ച് അവർ നിലപാട് അറിയിച്ചിട്ടില്ല. പാർട്ടിയിൽ നിന്നോ നേതാക്കളിൽ നിന്നോ തനിക്ക് യാതൊരു പിന്തുണയും ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, തന്നോട് വിശ്വാസവഞ്ചന കാണിക്കുകയും ഉപജീവനമാർഗം ഇല്ലാതാക്കുകയും ചെയ്ത വ്യക്തിയെ പാർട്ടി നേതാക്കളിൽ ചിലർ സഹായിക്കുന്നതായി മനസ്സിലാക്കുകയും ചെയ്തതായി ഗൗതമി വ്യക്തമാക്കിയിരുന്നു. നിയമസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തുവെങ്കിലും പാർട്ടി തന്നെ വഞ്ചിച്ചുവെന്നും അവർ BJP വിട്ട ശേഷം തുറന്നു പറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.